വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. മിക്കവർക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല എങ്ങനെ വേണം എക്സാം ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. വെറുതെ പഠിച്ചു പോയി എന്തെങ്കിലും എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു പോയ കാര്യം വെറുതെ അവിടെ എഴുതി വെച്ചാലൊന്നും നമുക്കവിടെ 80 മാർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഓർഡറിൽ എഴുതണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാം, അറിയില്ലാത്തത് ലാസ്റ്റിലേക്ക് വയ്ക്കാം. ഓക്കെ. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആദ്യം എഴുതിയിട്ട് കുറഞ്ഞ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ലാസ്റ്റിലേക്ക് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഡിഫറൻസസ് ഒക്കെ എഴുതുന്ന സമയത്ത്, അതായത് ക്വസ്റ്റ്യനിൽ ചോദിക്കാമല്ലോ ഡിഫറൻസസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഡിഫറൻസ് ആണത്. സോ അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങളൊരു വലിയ എസ്സേ പോലെ എഴുതുന്നതിനേക്കാട്ടിലും മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ 2 ബോക്സിലാക്കുക. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിഫറൻസ് ചോദിച്ചെങ്കിൽ ആദ്യം ഹെഡിങ് കൊടുക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്നിട്ട് ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 2 കോളം ആക്കാം. ഈ കോളം വരയ്ക്കുമ്പോൾ വെറുതെ പേന വെച്ച് ആർക്കോ വേണ്ടി വരയ്ക്കും പോലെ വരയ്ക്കരുത്, നമുക്ക് വേണം മാർക്ക് കിട്ടാൻ അല്ലേ. സോ പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് വളരെ നീറ്റായിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ എന്നിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ബേസിസിൻ്റെ കോളം വേണമെന്നില്ല, നേരെ ഈ 2 കോളം വരച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറൻസസ് ഇതിൽ എഴുതാം. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം, ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. 2 മാർക്കിന് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഫങ്ഷൻസ് ഒക്കെ ചോദിച്ചാൽ പോയിന്റ്സ് വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അതേസമയം അത് 5-6 മാർക്കിലേക്ക് ചോദിക്കുന്ന സമയത്ത് എന്താണ്, ലിസ്റ്റ് ഔട്ട് ചെയ്താൽ പോരാ, പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതണം. സോ പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതുന്ന സമയത്ത് വളരെ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, കൺട്രോളിങ്. എന്നിട്ട് കൺട്രോളിങ് എന്താണെന്ന് ഒന്ന് 2-3 ലൈൻസ്, ഇതിപ്പോൾ നമുക്ക് 5 മാർക്കിന് ചോദിച്ചു എന്ന് വിചാരിക്കുക, 2-3 ലൈൻ കൺട്രോളിങ് എന്താണെന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്സ്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇതാണെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് എഴുതുക സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ലിസ്റ്റ് ഔട്ട് ചെയ്യുക ആദ്യം തന്നെ. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, ദെൻ മെഷറിങ് ആക്ച്വൽ പെർഫോമൻസ്, ദെൻ എന്താണ് കമ്പയറിങ്, ദെൻ എന്താണ് അനലൈസിങ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഓരോന്ന് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യലാണെങ്കിൽ അത് ഹെഡിങ് കൊടുക്കുക, ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റ് നിറഞ്ഞ് കിട്ടുകയും ചെയ്യും. ടീച്ചർക്ക് നോക്കുമ്പോൾ സമയത്ത് എന്താണ് ആദ്യമേ തന്നെ അതാ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 4 പോയിന്റും ശരിയാണെങ്കിൽ പിന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്ലനേഷൻസ് ഒരുപാട് അങ്ങനെ വായിക്കാൻ നിൽക്കില്ല. സോ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ രീതിയിൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ എന്താ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് മാത്രമല്ല, ഫീച്ചേഴ്സോ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങോ ഒക്കെ ചോദിച്ചാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ദെൻ വേണം എന്ത് ചെയ്യാൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഒന്നുപോലും മിസ്സാക്കരുത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മാർക്ക് കിട്ടില്ല, ഉറപ്പാണ്. ബട്ട് നമ്മളത് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വാക്കുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. അപ്പോൾ ഒരു 1/2 മാർക്കാണെങ്കിലും അതേപോലെ 3-4 ക്വസ്റ്റ്യന് കിട്ടിയാൽ നമുക്ക് 2-3 മാർക്കൊക്കെ കിട്ടി ഗ്രേഡിൽ ഒത്തിരി വ്യത്യാസം വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഓരോ ആൻസേഴ്സും എഴുതി കഴിയുമ്പോൾ ഒരു ലൈനിൻ്റെ സ്പേസ് വിടാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ദെൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ബിസിനസ് സ്റ്റഡീസ് വെറുതെ നമ്മൾ പഠിച്ചെഴുതുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്